എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇഞ്ചക്ഷന്റെ പേര് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അതുപോലും അവർ ചെയ്യാതെ മണ്ണന്തല പോലീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് ഈ ഹോസ്പിറ്റലിനെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇതെന്നല്ല, ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം മണ്ണന്തലയിൽ പ്രവർത്തിക്കുന്ന പൾസ് മീഡിയ കെയർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് ഇഞ്ചക്ഷൻ നിഷേധിക്കപ്പെട്ടു. കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തലേ ദിവസം അമിത പണം വാങ്ങിയ ആശുപത്രിക്കെതിരെ ഗൂഗിൾ റിവ്യൂ ഇട്ടു എന്നതാണ്. ഞാൻ പൾസ് മെഡിക്കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് പനിയും ഛർദിലും ലൂസ് മോഷനായിട്ടാണ് അഡ്മിറ്റ് ആയത്. അഡ്മിറ്റ് ആവുന്ന സമയത്ത് കൊറോണ ആണോ എന്നൊരു ഡൗട്ടായിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ കൊറോണ നെഗറ്റീവ്, ആന്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു വൈകിട്ടായപ്പോൾ ഞാൻ ഡെങ്കി പോസിറ്റീവും ടൈഫോയിഡ് പോസിറ്റീവും ആണെന്ന് റിസൾട്ട് വന്നു. അതിനുശേഷം ഒരു 3 ദിവസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഹോസ്പിറ്റൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം എനിക്ക് ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് 4ാമത്തെ ദിവസം ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ വരികയാണ് ചെയ്തത്. വീട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ്, ബാക്കി ഇഞ്ചക്ഷൻസ് ഉണ്ട്, ആന്റിബയോട്ടിക്സിന്റെ ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയിട്ട്, എന്റെ വീട് അടുത്താണ്, ഞാൻ വീട്ടിൽ പോയിട്ട് രാവിലെയും വൈകിട്ടും വന്ന് ഇഞ്ചക്ഷൻസ് കണ്ടിന്യൂ ചെയ്തോളാം എന്നുള്ള ഒരു ഇതിന്റെ എഗ്രിമെന്റ് പുറത്ത് എന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് ബില്ല് വന്നപ്പോൾ ഭയങ്കര ഏകദേശം ഒരു 21,000 അടുപ്പിച്ച് ബില്ല് വന്നപ്പോൾ എനിക്കത് എക്സ്പെൻസീവായി തോന്നിയത് കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഗൂഗിളിൽ അവരുടെ ഹോസ്പിറ്റലിന്റെ റിവ്യൂസിൽ പോയിട്ട് അവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഹോസ്പിറ്റലിൽ ചാർജ് കൂടുതലാണെന്ന് ഞാൻ അതിൽ എഴുതിയിരുന്നു. എഴുതിയതിന് ശേഷം അടുത്ത ദിവസം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇഞ്ചക്ഷൻ എനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിവ്യൂ എഴുതിയത് കൊണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ തരത്തില്ല, ട്രീറ്റ്മെന്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇഞ്ചക്ഷൻ തരാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ ട്രീറ്റ്മെന്റ് റൂമിനകത്തേക്ക് വിളിച്ചിട്ട് ഡോക്ടറും പിന്നെ അതിന്റെ മെയിൻ ആളാണെന്ന് തോന്നുന്നു, ഡോക്ടർ അഖിൽ രാജാണ്. പുള്ളി ആദ്യം ഞാൻ വിചാരിച്ചത് അവിടുത്തെ PROയോ വേറെന്തോ പൊസിഷൻ ആണെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴാണ് അയാൾ അവിടുത്തെ ഡോക്ടർ ആണെന്ന് അറിഞ്ഞത്. ഡോക്ടർ അഖിൽ രാജ് എന്നോട് വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഒരു ഗുണ്ട എങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് അതേപോലെയാണ് എന്നോട് ബിഹേവ് ചെയ്തത്. വളരെ മോശമായിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് തരില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എന്തിനിവിടെ കയറി വന്നു, നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ എന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. 5 ദിവസം കണ്ടിന്യൂസ് എടുക്കേണ്ടിയിരുന്ന മെഡിസിൻ അവസാന നിമിഷം ഹോസ്പിറ്റലുകാർക്കെതിരെ ഞാനൊരു റിവ്യൂ എഴുതിയതിന്റെ പേരിൽ അവരെന്നോട് ആവശ്യപ്പെട്ടത് ആ റിവ്യൂ എഡിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല രീതിയിൽ റിവ്യൂ എഴുതിയാൽ മാത്രമേ എനിക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന് ഞാൻ തയ്യാറാവാത്തത് കൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇരിക്കുന്ന ഇഞ്ചക്ഷന്റെ പേരൊന്ന് എഴുതി തരാൻ പറഞ്ഞു. എനിക്ക് പുറത്തുനിന്ന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇഞ്ചക്ഷന്റെ പേര് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അതുപോലും അവർ ചെയ്യാതെ ഞാൻ രാവിലെ എടുത്ത ഇഞ്ചക്ഷൻ ഫാർമസിയിൽ ബില്ല് പേ ചെയ്തായിരുന്നു. ആ ബില്ലിൽ എന്റെ ഇഞ്ചക്ഷന്റെ ബില്ല് പേ ചെയ്ത റെസിപ്റ്റ് വെച്ചിട്ട് എവിടെന്നെങ്കിലും ഇഞ്ചക്ഷൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷന്റെ പേര് പോലും എഴുതി തരാതെ എന്നെ ഇറക്കി വിടുകയാണ് അവിടെ നിന്ന് ചെയ്തത്. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസിന്റെ അടുത്ത് പോവാന്ന് വിചാരിച്ചു ഞാൻ പോലീസിൽ പോയി. ആദ്യം ഞാൻ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അവിടെ പോയപ്പോൾ അവര് പറഞ്ഞു അത് വട്ടപ്പാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലല്ല, മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ പോലീസ് എന്നോട് ചോദിച്ചിരുന്നു അവിടെ പോയിട്ട് വീണ്ടും ഇഞ്ചക്ഷൻ പോലീസ് കൂടി വരാം, ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് പേടിയായി. കാരണം അവിടെ ആ ഡോക്ടർ അഖിൽ രാജ് എന്നോട് ബിഹേവ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് പിന്നെ അവിടെ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പിന്നെ പേടിയായി. കാരണം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ ഇനി എനിക്ക് ഇഞ്ചക്ഷൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പോലീസിനോട് പറഞ്ഞു വേണ്ട, കാരണം എനിക്കിപ്പോ വന്ന അനുഭവം ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ അത് മറ്റുള്ളവർക്കും റിപ്പീറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് എനിക്ക് കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ചെയ്തു. ഇപ്പോ എനിക്ക് ലൂസ് മോഷൻ ഇല്ല, അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ, ഞാൻ ബാക്കി ട്രീറ്റ്മെന്റ് വീട്ടിൽ നിന്ന് ചെയ്യാം, ആ ഇഞ്ചക്ഷൻ ഞാൻ ഡെയിലി വന്നെടുത്തോളാം, രാവിലെയും വൈകിട്ടും വന്നെടുക്കാന്ന് പറയുമ്പോൾ ഫ്രൈഡേ എന്നെ സത്യം പറഞ്ഞാൽ ഡോക്ടർ അവിടെ എന്നെ പിടിച്ചു കിടത്തുന്ന പോലെയാണ്. എനിക്ക് ഡിസ്ചാർജ് വേണം, ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടും എന്നെ അവിടെ പിടിച്ച് നിർബന്ധിച്ച് കിടത്തും പോലെയാണ് ഫ്രൈഡേ കിടത്തിയത്. ഫ്രൈഡേ മോർണിംഗ് എനിക്ക് ഒരു 2 ഇഞ്ചക്ഷൻ തന്നു, വൈകിട്ട് 2 ഇഞ്ചക്ഷൻ തന്നു. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഫ്രൈഡേ കിട്ടിയിട്ടില്ല. അവര് ജസ്റ്റ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ക്യാഷിന് വേണ്ടിയിട്ട് മാത്രം ഫ്രൈഡേ കിടത്തും പോലെയാണ് എനിക്ക് തോന്നിയത്.
ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ മണ്ണന്തല പോലീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് ഈ ഹോസ്പിറ്റലിനെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, ആരും പോവാത്ത ഹോസ്പിറ്റലല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പോയതോ, അവിടെ ഒരുപാട് കംപ്ലൈന്റ്സ് കിട്ടിയ ഹോസ്പിറ്റലാണെന്ന് മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ റിവ്യൂ എഴുതാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആ പോകുന്ന അവസ്ഥയിൽ എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് റിവ്യൂ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആയ ശേഷം റിവ്യൂ എഴുതാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതിന് മുമ്പൊക്കെ ആൾക്കാർ വന്നിട്ട് കൊറോണ പേഷ്യൻസിന്റെ ഓർഗൻസ് മിസ്പ്ലേസ് ചെയ്തു എന്നും അവിടുത്തെ ട്രീറ്റ്മെന്റ് ഭയങ്കര വേഴ്സ് ആയ ട്രീറ്റ്മെന്റ് ആണെന്നും ക്യാഷ് ഒരുപാട് ഹിഡൻ ചാർജസ് എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടത്. എനിക്ക് പറയാനുള്ളത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇതെന്നല്ല, ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ എനിക്കിവിടെ സംഭവിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് അവിടെ പേയ്മെന്റ് നടത്തിയിട്ട് ബില്ല് കൈ കിട്ടിയ സമയത്ത് അതിൽ ഒരു ടെസ്റ്റ് പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു ഡി ഡൈമർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനാണ് എന്റെ വൈഫിന് ചെയ്ത, അത് സാധാരണ ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് ചെയ്യുന്ന ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് എന്റെ വൈഫിന് എന്തിനാ ചെയ്തത്, അത് പനിയുള്ള ആൾക്കാർക്ക് ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് അയ്യോ അത് തെറ്റിപ്പോയതാണ്, നിങ്ങൾക്കുള്ള ടെസ്റ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ബില്ല് അത് കട്ട് ചെയ്തിട്ട് ആ പൈസ ക്യാഷ് 800 രൂപ തിരിച്ച് റിട്ടേൺ ചെയ്തു. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ഹസ്ബൻഡ് അത് ബില്ല് പേ ചെയ്ത ശേഷം വെറുതെ ഒന്ന് നോക്കുന്ന സമയത്താണ് ഈ ഡി ഡൈമറിന്റെ ടെസ്റ്റ് എന്തിനാ ചെയ്തതെന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും ഹോസ്പിറ്റലിന് അതിന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ക്യാഷ് അവർ റിട്ടേൺ ചെയ്യുകയും ചെയ്തത്. അപ്പൊ ഇതുപോലെ എല്ലാ ഹോസ്പിറ്റലും ഇത് തന്നെ ആയിരിക്കാം ചെയ്യുന്ന, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എനിക്ക് വന്ന അനുഭവം നാളെ നിങ്ങൾക്ക് വരരുത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് നല്ല ഹോസ്പിറ്റലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം പോവുക. അവർ ചെയ്യുന്ന ടെസ്റ്റിനെ കുറിച്ചും അവർ ചെയ്യുന്ന മെഡിസിനെ കുറിച്ചും നമുക്ക് ധാരണയില്ലെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. വെറുതെ നമ്മുടെ ഇല്ലാത്ത കാശ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കരുതെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്ന തിരക്കുകൾ മൂലമാണ് ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇത് മുതലെടുത്ത് സ്വകാര്യ ആശുപത്രികൾ അനാവശ്യ ടെസ്റ്റുകൾ നടത്തി അമിത തുക ഈടാക്കുകയാണ്. അത് ചോദ്യം ചെയ്തതിനാണ് അനീഷയ്ക്ക് ഇവിടെ ചികിത്സ നിഷേധിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്തരം അവയവ മാഫിയകൾ ആശുപത്രി കൊള്ളകൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള നെറുകേടുകൾ സ്വകാര്യ ആശുപത്രികൾ കാണിക്കുമ്പോൾ പഴിയുണ്ടാകുന്നത് ആരോഗ്യ മന്ത്രിക്കും. മലയാളി റിപ്പോർട്ടറിനു വേണ്ടി അരുൺ കടക്കലിനൊപ്പം സാന്ദ്ര എസ് പാലാഴി.